വെൽക്കം ടു ചാനൽ. നമ്മുടെ SBM ബാങ്കും ZTAPും കൂടിയിട്ട് അവർ പുതിയൊരു FD ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുമ്പത്തെ മാഗ്നറ്റ് കാർഡ് അല്ലേ, SBM ബാങ്കിന്റെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു FD കാർഡ് ഉണ്ടായിരുന്നു. നമ്മളത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റെക്കമെൻഡ് ചെയ്യാറുള്ള ഒരു FD ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. ലെഫ്റ്റ് ഫ്രീ ആയിട്ടുള്ള FD കാർഡ്. അതിന്റെ പുതിയ വെർഷനായിട്ട് ഇപ്പോൾ റൂപേ വരുന്നില്ല, അതായത് നിങ്ങൾക്ക് UPI ക്രെഡിറ്റ് കാർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയൊരു SBM ബാങ്കിന്റെ ZTAP ക്രെഡിറ്റ് കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു FD ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തൊക്കെ മറക്കേണ്ട. അത്യാവശ്യം നല്ല ഇപ്പൊ കറന്റ് വൺ ഓഫ് ദി ബെസ്റ്റ് FD ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. 90% ലിമിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 24,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് OTT സബ്സ്ക്രിപ്ഷൻസും ജിയോ ഹോട്ട്സ്റ്റാറും സോണി ലൈവ് ഒക്കെ നമുക്ക് ഇതിനോട് വരുന്നുണ്ട്. സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്, 25% ഓഫ് ഓൺ ഡോമിനോസ് വരുന്നുണ്ട്, 2% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓൺ ആമസോൺ വരുന്നുണ്ട്, 3% ഫ്ലിപ്കാർട്ട് വരുന്നുണ്ട്, സ്വിഗ്ഗിയിൽ 20% അപ് ടു 100 റുപ്പീസ് വരുന്നുണ്ട്, സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ 100 റുപ്പീസ് ഫ്ലാറ്റ് വരുന്നുണ്ട്, സൊമാറ്റോയിൽ 20% അപ് ടു 100 വരുന്നുണ്ട്. പിന്നെ മാജിക് പിൻ ബുക്ക് മൈ ഷോയിൽ 20% ഓഫർ അപ് ടു 100% വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലൊക്കെ സാധനം ആഡ് ആയിട്ട് കിട്ടുക. അതുപോലെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ നമുക്ക് SBM ബാങ്കിന്റെ സെറ്റപ്പിന്റെ കാർഡൊക്കെ എല്ലാം കാണാനില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എന്ന് വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ ആണ്. UPI റൂപേ കാർഡാണ്. നിങ്ങൾക്ക് ക്രെഡിലും ഗൂഗിൾ പേയിലും പേടിഎമ്മിലും ഫോൺ പേയിലും ഒക്കെ ഉപയോഗിക്കാം. ഇതിന്റെ ഇത് എങ്ങനെ നമുക്ക് ലൈവായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അത് അപ്ലൈ ചെയ്യാൻ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടോക്കാട്ടെ. നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ പ്രൊസീജിയർ ആണ്, ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. വലിയ അങ്ങനെ കാര്യമൊന്നുമല്ല. 45 ഡേയ്സിന് ഇൻട്രസ്റ്റ് ഫ്രീ പിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് FD ഇടുന്ന എമൗണ്ടുമേ 70% ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആണ്. ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ സിവിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ഒരു മെയിൻ പോയിന്റ് പറയാൻ മറന്നു. അതായത് നിങ്ങൾ FD ഇടുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മാസമെങ്കിലും ഹോൾഡ് ചെയ്യാൻ മറക്കരുത്. 6 മാസത്തിന് മുമ്പൊക്കെ നിങ്ങൾ FD വിഡ്രോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. മറക്കണ്ട, FD വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കാർഡും ക്ലോസ് ആവും. അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെന്താ, മിനിമം FD എന്ന് പറയുന്നത് നമ്മുടെ 5,000 രൂപയാണ് കേട്ടോ. 5,000 രൂപയാണ് മിനിമം FD. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും Z കോയിൻസ് എന്ന സംഭവം കിട്ടും. റിവാർഡ് റേറ്റ് ആണ് അതൊരു കാര്യം. പിന്നെ ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ. നിങ്ങളൊരു എന്താ പറയുക, ഒരു UPI FD ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് തൽക്കാലത്തേക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാട്ടെ. നമുക്ക് ഇവരെ കുറെ ബ്രാൻഡ് വരുന്നുണ്ട്, 20% ഓഫർ വരുന്ന ബ്രാൻഡുകൾ. അതായത് ജിയോ മാർട്ട്, AJIO, PVR, ഇതിലൊക്കെ നമുക്ക് ഇതിന്റെ ഓഫർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റെഫറൻസിലൂടെ എടുക്കാൻ നോക്കാൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. മറക്കണ്ട. അടുത്ത കാണാം.